ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിനകത്ത് നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നിശ്ചിതടുത്ത് മഹേഷ് പറയുന്നുണ്ട്, ശരി എങ്കിൽ നാളെ ഞാൻ വിനോദിനെയും കൂട്ടിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രജിസ്റ്റർ ഓഫീസിലേക്ക് എത്താം. ദേ രണ്ട് വീട്ടുകാരെയും പറഞ്ഞ് റെഡിയാക്കിയിട്ട് താൻ വേണം കൊണ്ടുവരാൻ. അതൊക്കെ ഞാൻ ഏറ്റു. അല്ല സുജിയെടുത്ത് ഞാൻ എങ്ങനെ ഈ കാര്യം പറയും? അവളെ റെഡിയാക്കിയിട്ടൊക്കെ കൊണ്ടുവരണ്ടേ? അത് കുഴപ്പമില്ല, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ബ്യൂട്ടീഷ്യൻ ആണ് ആളുടെ ഏതെങ്കിലും മാരേജ് ഫംഗ്ഷന് വേണ്ടി പോവാണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോവാം എന്ന് പറയാണ്. എങ്കിൽ അങ്ങനെ ചെയ്യാല്ലേ? അങ്ങനെ ചെയ്യാം. അപ്പോ ഭാര്യയുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി പെരുമാറണം ഭർത്താവാണ് മഹേഷ് എന്ന് തനിക്കിപ്പോ മനസ്സിലായില്ലേ? അതെനിക്ക് എപ്പോഴേ മനസ്സിലായതാണ് മഹേഷ് എന്ന് പറഞ്ഞിട്ട് മഹേഷിനെ കെട്ടിപ്പിടിക്കുകയാണ് നമ്മുടെ യശിതാട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ നമ്മുടെ വിനോദിനെ റെഡിയാക്കിക്കൊണ്ട് മഹേഷ് കാറിൽ ഇങ്ങനെ പോവാട്ടോ. വിനോദ് ചോദിക്കണ്ട്, എല്ലാ ഏട്ടനെ എവിടേക്കാ എന്നെ കൊണ്ടുപോണത്? എടാ അതൊക്കെ ഉണ്ടടാ, ഈ ഏട്ടനെ ആക്സിഡന്റ് കഴിഞ്ഞ പിന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് അപ്പപ്പ ചെയ്യണമെന്നുള്ള ഒരു ആവേശമാണ്, അതെനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. പക്ഷെ ചെയ്യണതൊക്കെ നല്ല പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. എല്ലാം മേടത്തിയുടെ ഗുണം കൊണ്ടിട്ടാണ് എന്ന് പറയുമ്പോ അത് നീ പറഞ്ഞ ശരിയാടാ. നമ്മളെ സ്നേഹിക്കാൻ, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ, നമ്മളുടെ തെറ്റുകൾ തിരുത്തി തരാനായിട്ട് നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിലുണ്ടല്ലോ അതിനേക്കാളും വലുതായിട്ട് വേറൊന്നും വേണ്ട. ഏട്ടന്റെ ഭാഗ്യാണ് ഏടത്തി എന്ന് പറയാണ്. അതുപോലത്തെ ഒരു ഭാഗ്യം നിനക്കും ഉണ്ടല്ലോ, നിന്റെ കൂടെ ഒരാളില്ലേടാ നീ കൈപിടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടി സുചിത്ര. അതേട്ടൻ പറഞ്ഞ ശരിയാണ്. അവള് ജയിലിൽ കിടക്കുമ്പോ എന്നെ കാണാൻ വേണ്ടി എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് അറിയാവോ? അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് വേറെ വിവാഹം കഴിച്ചു പോയിക്കോളാൻ. പക്ഷെ എനിക്ക് വേണ്ടി മാത്രം കാത്തിരുന്ന പെണ്ണാണ് സുജി. അതെ, അതന്നെയാണ് നിന്നോട് പറഞ്ഞത്. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നിന്റെ ജീവിതം എന്റെ ജീവിതം പോലെ സുഖമായിരിക്കുമെന്ന്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആക്സിഡന്റിന് ശേഷം എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചെയ്യണമെന്നൊരു വിചാരമാണ് ഏട്ടനാ. അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട, എല്ലാം നല്ലത് തന്നെയാണ്. അല്ല എനിക്ക് ഏട്ടൻ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോ ചെറിയൊരു ടെൻഷൻ പോലെ. അതെന്താ? അല്ല അന്ന് അനുഗ്രഹനെ കാണാൻ വേണ്ടിയിട്ടും ഇതുപോലെയാണല്ലോ ഏട്ടൻ കൂട്ടിക്കൊണ്ടുപോയത്. എടാ അന്ന് എനിക്ക് നിന്റെ സുജിയുടെ കാര്യം ഒന്നും അറിയില്ലായിരുന്നല്ലോ, അല്ലെങ്കിൽ ഈ ഇണപ്രാവുകളെ പിരിക്കാൻ ഞാൻ നോക്കുമായിരുന്നോ? ഇല്ലല്ലോ, നീ പേടിക്കൊന്നും വേണ്ട, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഹേഷ് കാറ് വേഗം ഒരു സൈഡിലേക്ക് പാർക്ക് ചെയ്യാണ്. വിനോദ് നോക്കുമ്പോഴേക്കും അത് രജിസ്റ്റർ ഓഫീസ് ആട്ടോ. ഇവിടെ എന്തിനാ എന്നെ ഏട്ടൻ കൊണ്ടുവന്നത് എന്നിങ്ങനെ ആലോചിക്കുകയാണ് വിനോദ്. വിനോദ് ചോദിക്കണം, ഏട്ടാ ഏട്ടൻ എന്തിനേട്ടാ ഇങ്ങോട്ടേക്ക് വന്നത്? അത് വലിയൊരു സർപ്രൈസ് ആണ്. സർപ്രൈസോ? അതെ, നിന്റെ വിവാഹമാണ് ഇന്ന്. വിവാഹോ? അതെ, വധു എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇഷിതയുടെ അനിയത്തി സുചിത്ര. സുചിത്രേനെയും അതുപോലെ നമ്മുടെ അച്ഛനും അമ്മേനെയും മാഷിനെയും പ്രിയാമണി അമ്മേനെയും സുജിയുടെ അമ്മയും അച്ഛനൊക്കെ ഇങ്ങോട്ട് എത്തും. ഏട്ടൻ പിന്നെ സത്യം തന്നെയാണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്ക്, ഇത് സത്യം തന്നെയാണ്. നീ ഒന്നുകൂടി ടെൻഷൻ ആവേണ്ടതേ, നിന്റെ ജീവിതം മാറിമറിയാൻ പോവാ. ഇന്ന് നിന്റെ വിവാഹമാണ്. അപ്പോഴേക്കും വിനോദിന്റെ മുഖത്തൊരു ചിരി വരുന്നുണ്ട്. അപ്പൊ നിനക്ക് സന്തോഷമായല്ലേ? ആയി എന്ന് വിനോദ് പറയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഞ്ജുമേനെയാണ്. മഞ്ജുമ ആകെ പ്രാന്ത് പിടിച്ചു പോലെ ഇങ്ങനെ ഇരിക്കാട്ടോ. കയ്യിൽ ഒരു കത്തിയുണ്ട്. ആ കത്തി കയ്യില് നരമ്പിന്റെ സൈഡിലേക്ക് വെച്ചിട്ട്, എനിക്കിനി ജീവിക്കേണ്ട, എന്തിനാ ഞാൻ ജീവിക്കണത്? എല്ലാവരും എന്നെ തോൽപ്പിച്ചു, എനിക്കിനി ജീവിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കത്തി ഇങ്ങനെ കയ്യിൽ അമർത്താൻ പോകുമ്പോഴേക്കും ഒരു കോള് വിളിക്കാൻ തോന്നുവാണ്. അങ്ങനെ മഞ്ജുമ രചനേനെ വിളിക്കാട്ടോ. ഹലോ, മഞ്ജുമ, പറയടി, എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷം? ഇവിടുത്തെ വിശേഷം ഒന്നും നീ അറിഞ്ഞില്ലേ? എന്ത് വിശേഷം? ഇവിടെ വിനോദിന്റെ സുജിയുടെ വിവാഹം കഴിഞ്ഞു. എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. നീ എന്താ എന്നോട് പറയാതിരുന്നത്? എപ്പോ കഴിഞ്ഞു? എങ്ങനെ കഴിഞ്ഞു? ഇന്ന് രാവിലെ 10 മണിക്കും 11 മണിക്കുള്ള മുഹൂർത്തത്തിൽ അവരുടെ വിവാഹം കഴിഞ്ഞു. എന്നിട്ട് നീ എന്താ എന്നോട് പറയാത്തത്? അത് ഞാൻ തന്നെ അറിഞ്ഞില്ല. കെട്ടിയൊരുങ്ങി അമ്മയും അച്ഛനും ആ ഇഷിതേക്ക് ഇവിടുന്ന് പോണ സമയത്ത് എന്നോടൊരു പറച്ചിലമ്മ, ഇന്ന് സുചിത്രയുടെയും വിനോദിന്റെ വിവാഹമാണെന്ന് വരാൻ പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നു. ആ സമയത്ത്, മുഹൂർത്ത സമയത്ത് ഞാൻ പോയില്ല എന്ന് പറയണം. പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചുകൊണ്ടിരിക്കണത്? ഇനി സുജിയും കൂടി ഇങ്ങോട്ടേക്ക് വരും ഇഷിതയുടെ കൂട്ടായിട്ട്. പിന്നെ ഞാനിവിടെ ഇരിക്കുന്നത് എന്തിനാണ്? ഇനി കുറെ കളികളായിരിക്കും കാണാൻ പോണത്. വിനോദിന്റെയും സുചിത്രയുടെയും അഴിഞ്ഞാട്ടം, പ്രേമ അഴിഞ്ഞാട്ടം. എനിക്ക് മാത്രം ഒന്നുമില്ല, എനിക്ക് മാത്രം ആരുമില്ല. കൈലാസേട്ടനെ നിനക്ക് അറിയാലോ, കൈലാസേട്ടൻ പല പെൺ കേസിലും ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കൈലാസേട്ടനെ സപ്പോർട്ട് ചെയ്യുമ്പോഴും ആള് പല പെൺ കേസിലും കുറച്ച് ഇതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. പക്ഷെ എനിക്ക് എന്റെ കൈലാസേട്ടനെ മറക്കാൻ പറ്റാത്തത് കൊണ്ടായിരുന്നു. അപ്പോഴേക്കും രചന പറയണ്ടേ, എടി പൊട്ടി, നിനക്കൊരു കാര്യം അറിയാവോ? ഈ കൈലാസിനോട് പണം ചോദിച്ചിട്ട് നീ പണം മേടിക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നിരുന്നല്ലോ ആകാശിന്റെ അടുത്തേക്ക്. അന്ന് നീ പണം മേടിച്ചു പോയപ്പോ ആകാശ് എന്നോട് പറഞ്ഞു കൈലാസ് അത് ഏതോ പെണ്ണുങ്ങൾക്ക് കൊടുക്കാനാണെന്ന്. അപ്പോ മഞ്ജുവൻ പറയണ്ടേ, എനിക്കിപ്പോ അത് മനസ്സിലായി. അയാൾ എന്നെ പറ്റിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് വേറൊരു ആണിന്റെ തുണിയില്ല. ഞാനൊരു പെണ്ണല്ലേ, ഞാനൊരു പെൺസുഖം അനുഭവിച്ചിട്ട് എത്ര നാളായി. ഒരു ആണിന്റെ സുഖം അനുഭവിച്ചിട്ട് എത്ര നാളായി. എനിക്കും വേണ്ടേ, എനിക്കുമില്ല ആഗ്രഹങ്ങൾ, എനിക്കുമില്ലേ പല ആഗ്രഹങ്ങളും. എന്റെ ശരീരത്തിൽ ഒരു ആണ് തൊട്ടിട്ട് വർഷങ്ങളായി. എന്റെ കൈലാസേട്ടൻ എന്റെ ശരീരം വേണ്ട, എന്നെ വേണ്ട. ഞാൻ ഇതിനെ ജീവിക്കണത്. ഇനി വിനോദിന്റെ പെണ്ണിന്റെ പ്രണയലീലകൾ കാണുമ്പോ എനിക്ക് പ്രാന്ത് പിടിക്കും തലക്ക്. അല്ലെങ്കിൽ തന്നെ മഹേഷ് നിഷിതനെ കൊണ്ട് വയ്യ.
ഇനി അതും കൂടി കാണാൻ എനിക്ക് വയ്യ, അവരുടെ ഇതും കൂടി കാണാൻ എനിക്ക് വയ്യ, എനിക്ക് മാത്രം ഒരു സുഖവും ഇല്ല, ഒരു സന്തോഷവും ഇല്ല എന്നൊക്കെ പറയാം. അതിനേക്കാൾ നല്ല മരിക്കുകയാണ്, ഞാൻ മരിക്കാൻ പോവാണ്, അതിനു മുമ്പ് എനിക്ക് നിന്നെ ഒന്ന് വിളിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് രചന ഞാൻ നിന്നെ വിളിച്ചത്. കയ്യിൽ കത്തി വെച്ചിട്ട് ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. അയ്യോ മഞ്ജുമേ, നീ വല്ല അബദ്ധമൊന്നും കാണിക്കല്ലേ, കൈലാസ് നീ പറഞ്ഞ പോലെ ശരി തന്നെയാണ്, ഒരു വൃത്തികെട്ടവരാണ്, നീ അവന്റെ മനസ്സിനെടുത്ത് കളയാത്തോണ്ട് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. നിനക്കറിയാവോ കൈലാസ് എന്നെ തന്നെ എന്ത് രീതിയിലാണ് നോക്കിക്കൊണ്ടിരുന്നതെന്ന് അർപ്പാവും നോക്കുമ്പോ. ഒരു പെണ്ണായാൽ മതി അവനൊരു വൃത്തികെട്ടവനാണ്. പക്ഷെ നീ ഒന്ന് ആലോചിച്ച് നോക്ക് മഞ്ജുമ, ഈ ലോകത്ത് കൈലാസ് മാത്രമാണുള്ളത്, ഒരുപാട് ആണുങ്ങളുണ്ട്. കൈലാസിനെക്കാളും ബുദ്ധിയും ആരോഗ്യവും സൗന്ദര്യമുള്ള ആണുങ്ങൾ. നീ ഈ ലോകം കണ്ണു തുറന്നല്ലേ കാണുന്നത്, കൈലാസിനെ മാത്രമേ എല്ലാം ഉള്ളൂ എന്നാണ് നിന്റെ വിചാരം. എടി മഞ്ജുമേ, നിന്റെ ശരീരം നല്ല ഷേപ്പുള്ള ശരീരമാണോ, ഉടയാത്ത ശരീരം, നിന്റെ പ്രസവമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് നിന്റെ ശരീരം കണ്ട ആരാണെങ്കിലും കൊതിക്കോടി. നല്ല ബോഡി ഷേപ്പാ നിനക്ക് നല്ലൊരാള് വന്നു ചേരും, നല്ല കാമദേവനെ പോലത്തെ ഒരാള്, നല്ല കാമദേവൻ, നിന്റെ കാമം എല്ലാം തീർക്കാൻ ഒരു ദൈവം നിന്റെ അടുത്ത് വരും എന്നൊക്കെ പറയണം. അത് കേൾക്കുമ്പോൾ മഞ്ജുമക്ക് ചിരി വരുന്നുട്ടോ. ആളൊരു കാമപ്രാന്തിയാണെന്ന് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാവും. അതോടെ ഇന്നത്തെ മതിപ്പും പോവും, ആ പെണ്ണിന്റെ മഞ്ജുമയുടെ മതിപ്പ് പോലും പോവട്ടെ. അങ്ങനത്തെ ആ മഞ്ജുമ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു 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 പ്രണയം പൂത്തിരുന്നൊരു പെണ്ണാണെന്നുള്ള രീതിയിലാണ് ഇന്ന് സംസാരിക്കുന്നത് കേട്ടോ. രചന പറയണ്ടോ, നിന്റെ ഇതൊക്കെ തീർക്കാൻ ഒരാള് വരൂടി, ഞാനല്ലേ പറയണത്, നിനക്കറിയാവോ നിന്റെ അതേ അവസ്ഥ തന്നെയാ എനിക്ക്. ആകാശന്റെ കൂടെ കിടന്നിട്ട് എത്ര നാളായി നിനക്കറിയാവോ, അതുകൊണ്ട് ഞാനും നീ തുല്യ ദുഃഖത്തിലാണ്. പക്ഷെ നീ വിട്ടുകൊടുക്കരുത്, നിനക്ക് ഇനിയും നല്ലൊരു ജീവിതം മുൻപിലുണ്ട്, നിനക്ക് പറ്റൊരാള് നിന്റെ അടുത്തേക്ക് വരും, നിന്നെ പ്രണയത്തിൽ ആറാടും, അങ്ങനത്തെ ഒരാൾ വരും, നീ സന്തോഷമായിട്ടിരിക്കേ. നീ പറഞ്ഞപ്പോ എനിക്കൊരു സമാധാനം ഉണ്ട്, ഇനി ഞാൻ മരിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജുമ ഫോം വെക്കാണ്. എന്നിട്ട് മനസ്സിലിങ്ങനെ സന്തോഷിക്കട്ടെ, അതെ ഒരാള് വരും എന്നെ സന്തോഷിപ്പിക്കാൻ, എന്നെ പ്രണയത്തിൽ ആഹ്ലാദിക്കാൻ ഒരാള് വരും എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജുമ ആകെ വെപ്രാളപ്പ് കാണിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കും നിഷിതേനെയും മഹേഷിനെയാണ്. ഒരു കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിഷിത പറയുന്നുണ്ട്, മഹേഷെ കുറച്ച് തിടുക്കം കൂടിപ്പോയി, രജിസ്റ്റർ മാരേജ് കഴിയുമ്പോ തന്നെ അവർക്ക് ഊട്ടിയിലും കൊടുക്കാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്ത കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. എടോ അതൊരു സർപ്രൈസ് ആയിരുന്നു, എന്നാലും മാരേജ് കഴിയുമ്പോൾ കുറച്ച് ചടങ്ങൊക്കെ ഇല്ലേ മഹേഷ്, ഗൃഹപ്രവേശനം അങ്ങനെ പലതും. എടോ അതൊക്കെ ഒരുമാതിരി മിത്തല്ലേ, താൻ അതൊക്കെ വിട്ട് കളോ, പുതിയ ജനറേഷൻ അതൊക്കെ ഉണ്ടോ. എടോ കല്യാണം ഇങ്ങനെ രണ്ട് പേരും ഇനി ഒന്നാണ്, അപ്പൊ അവർക്ക് ഗൃഹപ്രവേശം ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തിനാണ് നമ്മുടെ മുമ്പിൽ ഇട്ടിട്ട് അവരെ ചമ്മിപ്പിക്കുന്നത്. അവര് പുറത്തു പോയിട്ട് വേണം ഫസ്റ്റ് നൈറ്റും എല്ലാം ആഘോഷിക്കാൻ. പക്ഷെ അവർക്കതൊരു ഷോക്കായി പോയി മഹേഷ്. എന്ത് ഷോക്ക്, സുജിയുടെ മുഖത്തിന്റെ ചിരിയാണല്ലോ ഞാൻ കണ്ടത് ടിക്കറ്റ് കണ്ടപ്പോ. ഒന്ന് പോ മഹേഷ്, എടോ വിനോദ് ഇവിടെ നിന്നാ ശരിയാവില്ല, ഇനി ഭാര്യയുടെ തണലിലാണ് അവൻ ജീവിക്കേണ്ടത്. ഈ സുചിത്രയുടെ സ്നേഹവും പരിഗണനയൊക്കെ ആവുമ്പോ അവൻ ഈ ശത്രുതയും കൊലപാതകത്തിന്റെ ആ ഒരു ശ്രമമൊക്കെ അവൻ മറന്നോളോടോ, അവൻ നല്ലൊരു മനുഷ്യനായിട്ട് മാറും. അല്ലെങ്കിൽ നല്ല മനുഷ്യനാണ്, അല്ല വൈരാഗ്യമുള്ള ഒരു ആളായിട്ട് ഉണ്ടല്ലോ ഇപ്പൊ, അതങ്ങോട്ട് മാറിക്കിട്ടും. അതിനു വേണ്ടിട്ടാ ഞാൻ ഇതൊക്കെ ചെയ്തത്. ഓ അപ്പൊ അതിനു വേണ്ടിയിട്ടാണല്ലേ, അതെ ഇപ്പൊ എന്ത് തോന്നുന്നു എന്റെ ഭാര്യക്ക്, സൂപ്പർ എന്ന് പറയാണ്. ആ താൻ വാ, നമുക്ക് ആതിരയുടെ കടവും കൂടി തീർക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ആതിരയുടെ അടുത്തേക്ക് പോവാണ് ഇഷിതയും മഹേഷും കൂടി. അപ്പൊ സിസ്റ്റർ പറഞ്ഞ, എടാ മഹേഷ് നീയാണോ, വാടാ. ആഹാ ഡോക്ടർ ഇഷിതയുണ്ടല്ലോ, സോറി കേട്ടോ ഞാൻ മഹേഷിനെ എടാന്നൊക്കെ വിളിക്കാറുള്ളൂ. അത് കുഴപ്പമില്ല, മഹേഷിന് ഇത്തിരി പേരുള്ളത് സിസ്റ്ററിനെ മാത്രമാണ്, പിന്നെ എന്നെ ഡോക്ടർ ഇഷിത എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ, ഇഷിത എന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഞാനൊരു അന്യായി പോകും. ഞാൻ ആതിരനെ വിളിപ്പിക്കാം, ആതിരെ എന്ന് പറഞ്ഞിട്ട് വിളിപ്പിക്കുകയാണ്. അപ്പൊ ആതിര വരുന്നുണ്ട്. ഇഷിത പറയണ്ട, ആഹാ ആതിര ആകെ മാറിയല്ലോ, എല്ലാം സിസ്റ്റർമാരുടെ സ്നേഹം കൊണ്ടാ ഡോക്ടർ എന്ന് ആതിര പറയാണ്. മഹേഷ് പറഞ്ഞ, ആതിരെ ഇന്ന് 4 മണിക്കൊരു ഫ്ലൈറ്റ് ഉണ്ട്, അതിന് നീ പോകുവാണ്, ഞാൻ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആതിരക്ക് ചെറിയ വിഷമമാണ്. നീ എന്തിനാ വിഷമിക്കുന്നത്, നിന്റെ പഴയ കഥകളൊന്നും നീ ആരോടും പറയണ്ട, എന്റെ സെയിം കമ്പനി തന്നെയാണ് നിന്നെ വിടുന്നത്, അവിടുത്തെ ബ്രാഞ്ചിലേക്ക്, അവിടെ എല്ലാം മലയാളികളാ, അതുകൊണ്ട് നീ തുറന്നൊന്നും ആർക്കൊന്നും സംസാരിക്കണ്ട കേട്ടോ, ഇവിടുത്തെ കാര്യങ്ങൾ നീ ഹാപ്പി ആയിട്ട് പോയിട്ട് വാ, ഇന്നത്തോടെ നിന്റെ ജീവിതം മാറി മറിയും എന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ കണ്ണു നിറഞ്ഞിട്ട് ആതിര പോകാണ്. സിസ്റ്റർ പറയുന്നുണ്ട്, സിസ്റ്ററിനോട് മഹേഷ് കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട്, അവളുടെ വിസയും കൊടുക്കാണ്, ടിക്കറ്റും എല്ലാം കൊടുക്കാണ്, സിസ്റ്റർ എല്ലാം ഓക്കെ ആക്കണം കേട്ടോ, ആതിര പോട്ടെ, അവള് സുഖമായിട്ട് ജീവിക്കട്ടെ, അവൾക്കൊരു കൂട്ട് വരട്ടെ എന്നൊക്കെ പറയാണ്. നിനക്ക് നല്ലതേ വരൂട്ടെ മോനെ, ഡോക്ടർ ഇഷിത നിങ്ങൾക്ക് എത്ര മാസമായി, 3 മാസം കഴിഞ്ഞു, നല്ലതേ വരൂ, ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ഡോക്ടർ ഇഷിത പ്രസവിക്കും, രണ്ടുപേരും എന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ട് എന്ന് സിസ്റ്റർ പറയാണ്. അപ്പൊ ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീർന്നു കേട്ടോ. അപ്പൊ തിങ്കളാഴ്ചത്തെ പ്രൊമോയിൽ കാണിക്കണം നമ്മുടെ ടീച്ചർ മേലെ ഒരു ഇതില്ലേ, സുജി എന്ന് പറഞ്ഞൊരു വക്കീലുണ്ടല്ലോ, ആ വക്കീല് വരുന്നുണ്ട് നമ്മുടെ ആദിയുടെ കേസ് വാദിക്കാൻ. ആദിയെ തിരിച്ചെടുക്കാൻ വേണ്ടി ഇഷിതയും മഹേഷും കൂടി ട്രൈ ചെയ്യാണ്. അപ്പോ രചന ആദിനെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യാണ്, നീ പോവല്ലേ മോനെ പോവല്ലേ എന്ന് പറഞ്ഞ ബ്രെയിൻ വാഷ് ചെയ്യാണ്. പക്ഷെ ആദ്യം പോകും, അതിൽ സംശയം വേണ്ടല്ലോ. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.